വർഷം 1985. സോവിയറ്റ് യൂണിയനിൽ CIA നിയോഗിച്ച ഏജന്റുമാർ ഒന്നൊന്നായി അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുന്നു. ചിലർ കൊല്ലപ്പെട്ടു, മറ്റു ചിലർ ഒരടയാളം പോലും അവശേഷിപ്പിക്കാതെ എങ്ങോട്ടോ അപ്രത്യക്ഷരായി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ വാഷിംഗ്ടണിലെ ഉന്നത ഉദ്യോഗസ്ഥർ അങ്കലാപ്പിലായി. വർഷങ്ങളോളം ആ അങ്കലാപ്പ് തുടർന്നു. ഇതേ സമയം കിലോമീറ്ററുകൾക്കപ്പുറം അങ്ങ് മോസ്കോയിൽ റഷ്യൻ ചാരസംഘടനയായ KGBയിൽ പ്രവർത്തിക്കുന്ന ഒലെഗ് ഗോഡിവിസ്കി പിടിയിലാകുന്നു. വർഷങ്ങളായി അയാൾ രഹസ്യമായി ബ്രിട്ടീഷ് ചാരസംഘടനയായ M16 വേണ്ടി ജോലി ചെയ്യുന്ന ഡബിൾ ഏജന്റായിരുന്നു. സോവിയറ്റ് യൂണിയൻ ഉദ്യോഗസ്ഥർ അയാൾക്ക് മയക്കുമരുന്ന് നൽകി 5 മണിക്കൂറോളം ചോദ്യം ചെയ്തു. തളർന്ന് അവശനായ ഒലെഗിനെ ഒരു കാറിന്റെ ഡിക്കിക്കുള്ളിൽ ഒളിപ്പിച്ച് M16 സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടത്തിയതോടെയാണ് അയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഒലെഗിന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായി: എവിടെയാണ് തനിക്ക് പിഴച്ചത്? ആ ചോദ്യത്തിന് അയാൾക്ക് ഉത്തരം കിട്ടുന്നത് 9 വർഷങ്ങൾക്ക് ശേഷമാണ്. 9 വർഷം തന്നെ ചതിച്ചയാൾ ആരാണെന്ന് ഒലെഗ് അന്വേഷിച്ചുകൊണ്ടിരുന്നു. 1994 ഏപ്രിൽ 28 US-ലെ കോടതി മുറിയിൽ നീളൻ കയ്യൻ ഷർട്ട് ധരിച്ച കണ്ണടയിട്ട ബ്രേക്കിംഗ് ബാഡിലെ വാൾട്ടർ വൈറ്റിനെ പോലെ ശാന്തനായ മനുഷ്യൻ നിവർന്നു നിന്നു. CIA ഏജന്റുമാരെ ഒറ്റിയത് താനാണെന്ന് അയാൾ കുറ്റസമ്മതം നടത്തി. നീണ്ട 9 വർഷത്തോളം സോവിയറ്റ് യൂണിയന് രഹസ്യങ്ങൾ വിട്ട ആൾഡ്രിച്ച് ആംസ്. CIA ചരിത്രത്തിൽ അവർ നേരിട്ട ഏറ്റവും വലിയ ചതിയുടെ പേരാണ് ആൾഡ്രിച്ച് ആംസ്. KGBക്കുള്ളിൽ കൊലോക്കോൾ എന്നായിരുന്നു ആൾഡ്രിച്ച് ആംസിന്റെ വിളിപ്പേര്. CIA വേണ്ടി ചാരപ്പണി ചെയ്തിരുന്ന 30-ലധികം ഏജന്റുമാരുടെ വിവരങ്ങൾ 9 വർഷത്തിനുള്ളിൽ കൊലോക്കോൾ KGBക്ക് ചോർത്തി നൽകി. 100-ലധികം രഹസ്യ ഓപ്പറേഷനുകൾ തകർത്തു. കുറഞ്ഞത് 10 CIA ഏജന്റുമാരെ ഒറ്റി കൊലയ്ക്ക് കൂട്ടുനിന്നു. ഇതിൽ 20 വർഷത്തിലേറെയായി CIAക്ക് വിവരങ്ങൾ നൽകിയ സോവിയറ്റ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ജനറൽ ദിമിത്രി പോളിയോക്കോവും ഉൾപ്പെടും. ആംസ് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അവിശ്വസനീയതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ വാഷിംഗ്ടണിന് കഴിഞ്ഞുള്ളൂ. അമേരിക്കയോടുള്ള രാഷ്ട്രീയപരമായ വിയോജിപ്പുകളൊന്നുമായിരുന്നില്ല ആംസിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. പണം മാത്രമായിരുന്നു ലക്ഷ്യം. ചാരപ്പണിക്ക് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഏകദേശം $4.6 മില്യൺ ആൾഡ്രിച്ച് ആംസ് കൈപ്പറ്റിയത്. ഒരു സോവിയറ്റ് ചാരന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുക. CIA മികച്ച ഉദ്യോഗസ്ഥനായിരുന്നില്ല ആൾഡ്രിച്ച് ആംസ്. കരിയറിന്റെ തുടക്കത്തിൽ ലഭിച്ച ദൗത്യങ്ങളിൽ അയാൾ ശോഭിച്ചിരുന്നില്ല. CIA ഉദ്യോഗസ്ഥനായിരുന്ന പിതാവിനെ പോലെ സ്ഥിരം മദ്യപാനി, അച്ചടക്കവും ഉത്തരവാദിത്തവും ഇല്ലാത്ത മോശം ഉദ്യോഗസ്ഥൻ എന്ന വിളിപ്പേര് പെട്ടെന്ന് തന്നെ അയാൾ സമ്പാദിച്ചു. ഒരിക്കൽ CIA രഹസ്യരേഖകൾ സൂക്ഷിച്ച ബ്രീഫ് കേസ് സബ്വേയിൽ മറന്നു വെക്കുക പോലും ചെയ്തു. പക്ഷെ എങ്ങനെയൊക്കെയോ ഉദ്യോഗത്തിൽ അയാൾ ഉയർച്ചകൾ നേടിക്കൊണ്ടിരുന്നു. സംശയിക്കുന്ന കരിയർ ഗ്രാഫ് ആയിരുന്നിട്ടും 1985 CIA സോവിയറ്റ് കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തലവനായി ആംസ് നിയമിക്കപ്പെട്ടു. ഏജൻസിയുടെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലേക്ക് നിയന്ത്രണങ്ങളില്ലാത്ത പ്രവേശനമായിരുന്നു ഈ പദവി ആംസിന് നൽകിയത്. ഈ സമയം തന്നെയാണ് ആദ്യ ഭാര്യയുമായുള്ള ആംസിന്റെ വിവാഹമോചനം നടക്കുന്നതും റൊസാരിയോ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നതും. ചെലവേറിയ വിവാഹമോചനവും ആഡംബരപൂർണമായ 2ാം വിവാഹവും തുടർന്നുള്ള ആഡംബര ജീവിതവും ആംസിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി. CIA ഉന്നത പദവി കൊണ്ടൊന്നും വീട്ടാനാകാത്ത ആ ബാധ്യതകൾ തീർക്കാൻ എന്തെങ്കിലും എക്സ്ട്രാ വരുമാനം വേണം. അങ്ങനെ മദ്യം നൽകിയ ധൈര്യത്തിൽ അയാൾ വാഷിംഗ്ടണിലെ സോവിയറ്റ് എംബസിയിലേക്ക് നടന്നു കയറി. അയാളുടെ കയ്യിൽ സോവിയറ്റ് യൂണിയനുള്ളിൽ CIAക്ക് വേണ്ടി രഹസ്യമായി ജോലി ചെയ്യുന്ന ഏജന്റുമാരുടെ പേരുകളടങ്ങിയ ഒരു കവർ ഉണ്ടായിരുന്നു. $50,000 ആ രഹസ്യം ആംസ് വിറ്റത്. അതായിരുന്നു തുടക്കം. വെറും 50,000-ൽ തുടങ്ങിയ ഡീൽ പിന്നീട് ദശലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന വലിയ രഹസ്യം കൈമാറ്റങ്ങളിലേക്ക് നയിച്ചു. ഓരോ വട്ടവും പിടിക്കപ്പെടാതിരുന്നപ്പോൾ അയാൾക്ക് കൂടുതൽ ധൈര്യം ലഭിച്ചു കാണണം. ആംസിന്റെ ചതിയുടെ അനന്തരഫലം CIAക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടിത്തുടങ്ങി. 85-ൽ തന്നെ CIAയുമായി സഹകരിച്ചിരുന്ന സോവിയറ്റ് ഏജന്റുമാരെ കാണാതായി. ഓരോരുത്തരെയായി സോവിയറ്റ് യൂണിയൻ പിടിക്കുകയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്താനും തുടങ്ങി. ഏകദേശം ഒരു പതിറ്റാണ്ടോളം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഇന്റലിജൻസ് വീഴ്ച അവരുടെ ഇടനാഴിയിൽ നടന്നുകൊണ്ടിരുന്നു.
സോവിയറ്റ് യൂണിയന് രഹസ്യങ്ങൾ ചോർത്തുന്ന ചാരനെ കണ്ടെത്താൻ CIA ആകാശവും ഭൂമിയും തലകീഴാക്കി പരിശോധന നടത്തുമ്പോൾ അവരുടെ കൺമുന്നിൽ ആംസ് ആഡംബര വാഹനവും ഭാര്യയുടെ കോസ്മെറ്റിക് സർജറിക്കായി വലിയ തുക ചെലവഴിക്കുകയും ആർലിംഗ്ടണിൽ $5,40,000 വിലമതിക്കുന്ന വീട്ടിലേക്ക് താമസം മാറുകയുമായിരുന്നു. മാസം വെറും $60,000 ശമ്പളം വാങ്ങുന്ന സർക്കാർ ഓഫീസർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് വെറുതെ പോലും ആരും ചിന്തിച്ചില്ലേ എന്നോർത്താൽ തമാശയാണ്. അമേരിക്കയുടെ അത്യാധുനിക രഹസ്യ സംവിധാനങ്ങളിലൂടെ ആയിരുന്നില്ല ആംസ് പിടിക്കപ്പെട്ടത്. എത്ര വിദഗ്ധമായി മറച്ചുവെച്ചാലും തെളിവിന്റെ എന്തെങ്കിലും ഒരു അടയാളം എല്ലാ കുറ്റവാളികളും അവശേഷിപ്പിക്കുമെന്ന തിയറി തന്നെയാണ് ആംസിനെയും കുടുക്കിയത്. ഒരു തപാൽ പെട്ടിയിലെ ചോക്ക് മാർക്ക് അതായിരുന്നു ആംസിന്റെ ഇരട്ട വ്യക്തിത്വം അവസാനിപ്പിച്ചത്. രഹസ്യരേഖകൾ കൈമാറേണ്ട സമയത്ത് വാഷിംഗ്ടൺ DC-യിലെ ഒരു പോസ്റ്റ് ബോക്സിൽ ആംസ് ചോക്ക് കൊണ്ട് അടയാളമിടും. അതായിരുന്നു സിഗ്നൽ. അന്ന് രാത്രി രേഖകൾ കൈമാറും. 90കളുടെ തുടക്കമായപ്പോഴേക്കും CIA-ക്കും FBI-ക്കും ആംസിൽ ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. അയാളുടെ ആഡംബര ജീവിതം തന്നെയായിരുന്നു സംശയങ്ങൾക്ക് കാരണവും. അങ്ങനെ നീണ്ട കാലത്തെ നിരീക്ഷണങ്ങൾക്കൊടുവിൽ 1994 ഫെബ്രുവരി 21-ന് വിർജീനിയയിലെ ആർലിംഗ്ടണിലുള്ള വീടിന് പുറത്ത് വെച്ച് ആൽഡ്രിച്ച് ആംസും ഭാര്യ റൊസാരിയോയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 5 വർഷം കൊണ്ട് റൊസാരിയോയുടെ തടവ് ശിക്ഷ പൂർത്തിയായി. പരോൾ പോലും ഇല്ലാത്ത ജീവപര്യന്തം തടവായിരുന്നു US കോടതി ആംസിന് വിധിച്ചത്. എയിംസിലെ മെരിലാൻഡിലെ ജയിലിലായിരുന്ന ആംസ് 2026 ജനുവരി 5-ന് 84-ാം വയസ്സിലാണ് മരണപ്പെടുന്നത്. പിടിക്കപ്പെട്ടതിലായിരുന്നു അയാൾക്ക് നിരാശ, അല്ലാതെ ഒരു ചാരനായതിലല്ല എന്നാണ് ആൽഡ്രിച്ച് ആംസിനെ കുറിച്ച് FBI ഏജന്റായ ലെസ്ലി വൈസർ പറഞ്ഞത്. അപ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കിയാണ്. മദ്യപാനവും അലസതയും ഉണ്ടായിരുന്നിട്ടും ഇത്രയും നിർണായകമായ പദവിയിലിരുന്ന് ആംസ് നടത്തിയ ചാരപ്രവൃത്തി ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനം എങ്ങനെ അറിയാതെ പോയി?